ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മു സനസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് തക്കാളി വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു 3 തക്കാളി എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുള്ളത്. നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. നമുക്ക് ഈ സ്നാക്കിന് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ നല്ല ഏറ്റവും വലിയ തക്കാളി ആവുകൊണ്ട് 1 മതി കേട്ടോ. ഒരു ഇടത്തരം വെച്ചാൽ നമ്മൾ 2 എടുക്കണം. നല്ല ചെറുതാണെന്ന് വെച്ചാൽ 3 തക്കാളി ആണ് ഇതിനാവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലത്തെ 1 എടുക്കണുള്ളൂ. അപ്പോൾ അത് കഴുകി വെച്ചതാണ് ഓൾറെഡി. ഇനി ഇതങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി. ഞാനിപ്പോൾ ആ മുകളിലത്തെ ആ കറുപ്പ് ഭാഗമൊന്നും ഇപ്പോൾ കളയുന്നില്ല. ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ നമ്മുടെ തക്കാളിയിലുള്ള പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിറ്റാമിൻ സി, പൊട്ടാസ്യം ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളുമാണ്, ഫ്രൂട്ടുമാണ് തക്കാളി കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്കുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ, കറികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. അപ്പോൾ ഇത് നല്ലോണം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ 4ആയി വരഞ്ഞു കൊടുത്തത് ഈ തൊലി പെട്ടെന്ന് ഇളകിപ്പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊലി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ കറുപ്പ് ഭാഗം അങ്ങോട്ട് പോവും. അപ്പോൾ അത് ഞാൻ തീ കെടുത്തിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡ് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിതാ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അത്രയേ ആവശ്യമുള്ളൂ. അതിലേക്ക് വലിയ സ്പൂണാണെന്ന് വെച്ചാൽ ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കുപ്പിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിക്കുക ചെയ്തത്. ഇനി നമുക്ക് കൈ വെച്ച് നല്ലോണം ഒന്ന്, സ്പൂണും കൊണ്ടായാൽ അത് റെഡിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണ മാത്രമേ ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് കരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല. അപ്പോൾ അതവിടെ അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളീൻ്റെ ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് നല്ല ചൂടാവും കൊണ്ടേ ഈ ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ട് കട്ട് ചെയ്യണത്. ഇത് നല്ലൊരു എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ, ഫോർക്ക് ഉണ്ടാവും കൊണ്ട്. അപ്പോൾ ഇതാ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചൊന്ന് ചൂടാറണം കേട്ടോ, ഒരു ശകലം നേരം ചൂടാറാൻ വെച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവുകയാണേ. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെന്ന് വെച്ചാൽ 1 സ്പൂണ് ഫുള്ളായിട്ട് ഇടാം. ഈ ഉപ്പിടുന്നത് അരിപ്പൊടിക്കും കൂടിയും കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉപ്പിടുന്നത്. അപ്പം ഇനി നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഈ തക്കാളി അരിഞ്ഞ് വരുമ്പോൾ തന്നെ അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള വെള്ളം കിട്ടും. അതിലേക്കൊരു ഗാർലിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതാ അരച്ചെടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ടല്ലേ കുഴയ്ക്കുക. അതിന് പകരം ഈ തക്കാളീൻ്റെ നീര് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചത് ചേർത്തിട്ടാണ് മിക്സാക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുക, നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുക്കുന്ന അച്ച് ഇതാണേ. നമുക്ക് മുറുക്കാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളിത് ആദ്യം പറയാത്ത എന്താ വെച്ചാൽ ഞങ്ങൾ വീഡിയോ അത് മനസ്സിലായാൽ ആദ്യം തന്നെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതാ അപ്പോൾ അത് നിറയ്ക്കുകയാണ് കേട്ടോ, മാവായിരിക്കും ഇങ്ങോട്ട് നിറയ്ക്കുകയാണ്. ഞാൻ ഈ സേവനാഴിയിൽ ഓൾറെഡി എണ്ണയൊക്കെ തേച്ചൊന്ന് മയപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് പീച്ചിയെ പോരുള്ളൂ. എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പം ഇനി ഇതാ നമ്മൾ ആ എണ്ണയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് ആ എണ്ണ നിറച്ച് എത്ര വേണമെങ്കിലും ഇത് പീച്ചി കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ചൊന്ന് ഇടുന്നുള്ളൂ കേട്ടോ. ഇത് അധികം ഒരുപാട് ആവുമൊന്നും വേണ്ട, എന്നാൽ ഒന്ന് മുരുക്കനാവും വേണം. അങ്ങനെ സാധാ മുക്കിൻ്റെ തന്നെ എൻ്റെ ആദ്യത്തെ ഇതാ ഒരു ഇത്തിരിയും കൂടി കൂടുതൽ മൂത്തോന്ന് ഒരു സംശയം ഉണ്ട് കേട്ടോ, ഡാർക്ക് കളർ കണ്ടിട്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്, ഫോൺ എടുത്ത് സെറ്റായപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറിപ്പോയതാണ്.
അപ്പോൾ അത് അടുത്തത് മുതൽ ഞാൻ തോനെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളിത് മൂത്ത് വരുമ്പോഴേക്കും അത് പൊട്ടി പൊട്ടി ഇങ്ങനെ ചെറുതായിട്ട് വരും കൊണ്ടേ നമുക്ക് എത്ര ഇട്ടാലും അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ മാത്രമല്ല, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പോഷകഗുണങ്ങളുള്ളതാണ് തക്കാളീൻ്റെയൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. 5-10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കാര്യം കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ.